അതായത് സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥികളാണ്. MLAക്ക് സസ്പെൻഷനിലായ MLAക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. CPMന്റെ മുന്നേ MLA വന്ന് അഭിവാദ്യം അർപ്പിച്ചൊരു സ്ഥലത്ത് അയാൾ അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു. അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും പാർട്ടിക്കാർ സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അത് സ്വീകരിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോണുകളിൽ അസ്വസ്ഥതയുള്ളത്? എന്താ കാര്യം? അദ്ദേഹത്തിനെതിരെ നിയമപരമായ വല്ല നടപടി ഈ സമൂഹത്തിലുണ്ടോ? നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ്. നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ? അല്ല, അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം. അദ്ദേഹം നിഷേധിക്കാം, അദ്ദേഹത്തിന് നിഷേധിക്കാതിരിക്കാം. എന്റെ സ്വഭാവമായിരിക്കില്ല തങ്കപ്പന്റെ സ്വഭാവം. തങ്കപ്പന്റെ സ്വഭാവമാവില്ല C ചന്ദ്രന്റെ സ്വഭാവം. എന്തെങ്കിലും കേട്ടാൽ അതിന്റെ പിന്നാലെ ഇറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകില്ല. അപ്പൊ പല രീതിയിലും അങ്ങനെ ചർച്ച വന്നുകൊണ്ട് സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാദം വന്നതുകൊണ്ടും പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി അന്വേഷണ വിധേയമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മുഴുവൻ രാഹുലിന്റെ കാര്യങ്ങൾ വ്യക്തിപരമായ നോക്കൽ നമ്മുടെ ജോലിയല്ല. പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല.